കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിൻ്റെ മരണം അത് വലിയ വിവാദമായി. നിതിൻ രാജിനെ അവിടുത്തെ ഡോക്ടർ റാം എന്ന ആളും മറ്റൊരു ഡോക്ടറേറ്റുള്ള ഒരു ലേഡിയും മറ്റൊരു സാറും വളരെ മൃഗീയമായ രീതിയിൽ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് വരുന്നത്. അസാമാന്യ ധൈര്യമുണ്ടായിരുന്ന ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഏതിനെയും ഫേസ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു നിതിൻ രാജ്. മെറിറ്റിലെ ദന്തൽ കോളേജിലെ ആ പാവപ്പെട്ട കുട്ടിക്ക് സീറ്റ് ലഭിച്ചില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം മൂന്നാമത്തെ ചാൻസിൽ അദ്ദേഹം മെറിറ്റിൽ തന്നെ MBBSന് അഡ്മിഷൻ വാങ്ങിച്ച കുട്ടിയാണ്. അസാമാന്യ പോരാട്ട വീര്യമുള്ള ആ ക്ലാസ്സിലെ ലീഡറായ നിതിൻ രാജിന് എന്ത് സംഭവിച്ചു എന്ന് വളരെ അധികം കോൺട്രവേഴ്ഷ്യലായ സ്റ്റേറ്റ്മെൻറ്റുകളും നിഗമനങ്ങളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരി പറഞ്ഞൊരു കാര്യം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് അവർ കണ്ടിരിക്കുന്നു, വീഴ്ചയിലുണ്ടാകാൻ സാധ്യതയുള്ള മുറിവുകളല്ല അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരുന്നതെന്ന് ആ പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് വരുന്നത്. വീഴ്ചയിലുണ്ടാകുന്ന പരുക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം, ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാം, അല്ലെ എല്ലുകൾ പൊട്ടാം. പക്ഷെ ആ രീതിയിലുള്ള പരുക്കല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്നാണ് സഹോദരി പറയുന്നത്. ആ അന്ത്യനിമിഷം നമുക്കൊന്ന് പരിശോധിക്കാം. ആ പയ്യനെ അവിടുത്തെ പ്രിൻസിപ്പള് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തി. 3-4 ക്ലാസ് ടീച്ചേഴ്സ് വേറെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നവരും ഉണ്ടായിരുന്നു, 2 ലേഡീസും ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കുന്ന നിതിൻ രാജിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു സ്ത്രീ, പ്രിൻസിപ്പളല്ലാതെ മറ്റൊരു സ്ത്രീ അദ്ദേഹത്തിനെ ശകാരിക്കുന്നത് നമ്മൾ കേട്ടു. അങ്ങനെയുള്ള ശകാരങ്ങളൊന്നും അദ്ദേഹത്തിനെ ഇതുപോലൊരു പ്രവൃത്തിയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള, ഏത് സിറ്റുവേഷനും നേരിടാൻ കഴിവുള്ള, തൻ്റെ ഇടമുള്ള ഒരു കുട്ടി തന്നെയാണ്. 14,000 രൂപയുടെ ലോൺ എടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട്, അവിടെ എത്രയോ കുട്ടികൾ ലോൺ എടുത്തിട്ടുണ്ട്, അതൊരു കാരണമാണ് ആത്മഹത്യയ്ക്ക് എന്ന് വരുത്തി തീർക്കാത്ത രീതിയിൽ ചില പ്രസ്താവനകൾ സാറുമാരുടെ ഭാഗത്തും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. 14,000 രൂപയല്ല, അത് കോളേജ് അധികൃതരുമായിട്ട് എന്താ ബന്ധം? ലോൺ ആപ്പ് ചെയ്തവരൊക്കെ ചിലപ്പം അവരെയൊക്കെ ഒന്ന് വിളിച്ചെന്ന് വരും. അങ്ങനെ വിളിക്കുന്നവർ സമാധാനം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ കുട്ടിയോ കുട്ടിയുടെ വീട്ടുകാരോ അല്ലേ ആ പണം കൊടുക്കേണ്ടത്. അതിന് ആ കുട്ടിയെ വിളിച്ചു വരുത്തി വൈരാഗ്യത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പല കാരണങ്ങളും ഉണ്ട്. ആ പയ്യനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം തന്നെ. അതുകൊണ്ട് അവരെ ആയിട്ട് സംസാരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാം. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞപ്പം അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ആ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 15 മിനിറ്റിനകം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് വ്യക്തതയില്ല. CCTV ദൃശ്യത്തിൽ നിന്ന് ചാടുന്ന ഒരു ചിത്രങ്ങളൊന്നുമില്ല, അങ്ങോട്ട് വരുന്ന ചിത്രങ്ങളില്ല. മുറിയിലിരിക്കുന്ന പ്രിൻസിപ്പളും മറ്റ് ടീച്ചേഴ്സും അതിന് മുമ്പിൽ ഇയാൾ നിൽക്കുന്നതുമൊക്കെ നമുക്ക് കാണാം. പിന്നീട് കാണുന്ന ദൃശ്യങ്ങൾ തറയിൽ വീണ് കിടക്കുന്ന ദൃശ്യങ്ങളാണ്. അങ്ങോട്ടേക്ക് നടന്നു പോകുന്നതോ അവിടുന്ന് എടുത്തു ചാടുന്നതോ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊന്നുമില്ല. ആ സ്ഥിതിക്ക് ഇപ്പോൾ അതെ നിതിൻ രാജിൻ്റെ സഹോദരി പറഞ്ഞ ആ വാക്കുകൾക്ക് വിലയുണ്ട്. സ്വാഭാവികമായിട്ടും മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഉണ്ടാകാവുന്ന മുറിവുകളല്ല ദേഹത്ത് എന്ന് വരുന്നുണ്ട്. അപ്പോൾ മറ്റു രീതിയിലുള്ള അക്രമം അദ്ദേഹത്തിനുണ്ടായോ? നേരത്തെ അവിടുത്തെ സാറുമാർ ഭീഷണിപ്പെടുത്തി പറഞ്ഞു, നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല എന്നൊക്കെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ ചില വാക്കുകളൊക്കെ പുറത്തേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സാറന്മാരൊക്കെ ഈ മരണത്തിന് മറ്റു രീതിയിൽ ചിന്തിക്കുന്നതിൽ, വീട്ടുകാർ ചിന്തിക്കുന്നതിൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവരുടെ ഏക ആശ്രയമായ ആ പയ്യൻ ജീവിതത്തോട് മല്ലിട്ട് കയറി വന്ന വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടി. അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളിയാണ്, അമ്മ ഡെയിലി വർക്കിന് പോകുന്ന സ്ത്രീയാണ്, 2 സഹോദരിമാരും ഉണ്ട്. അവർ വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു വരുന്ന ഒരു കുടുംബങ്ങളാണ്. അവരേക പ്രതീക്ഷയാണ് ഈ പയ്യൻ ഒരു ഡോക്ടറായി വരിക എന്നുള്ളത്. BDSനാണ് അഡ്മിഷൻ കിട്ടിയെങ്കിലും BDS കഴിഞ്ഞാൽ
അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 2 വർഷം കൂടെയൊക്കെ ഞാൻ വീണ്ടും MBBS ഡോക്ടറായിട്ട് തന്നെ വരുമെന്ന്. കാരണം അത്രയൊക്കെ പ്രതീക്ഷയുള്ള, അത്ര ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള, അത്ര കഴിവുള്ള ഒരു കുട്ടിയാണ് ഈ മരണപ്പെട്ടു പോയത്. ആ സ്കൂളിലെ സാറുമാരെല്ലാം എതിര് നിന്നാലും ശരി, ചില മാർക്കുകളൊക്കെ കുറഞ്ഞാലും അവിടെ നിന്ന് പഠിച്ച് വെളിയിൽ വരും എന്ന് തന്നെ തൻ്റെ ഇടത്തോടെ പറഞ്ഞ കുട്ടിയാണ്. അതുകൊണ്ട് പെങ്ങളുടെ ആ മൊഴിക്ക് തീർച്ചയായിട്ടും ഒരു റിലയബിലിറ്റി ഉണ്ട്. അത് പോലീസ് അന്വേഷിക്കണം. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കണ്ടേ. അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ആ വീട്ടുകാരിപ്പം സംശയം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു റീകൺസ്ട്രക്ഷൻ പോലീസ് നടത്തണം. അങ്ങനെ വീണാൽ ഏത് രീതിയിലാണ് ഈ മുറിവുണ്ടാകുന്നത്. ഇപ്പോൾ ശരീരത്തിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ട മുറിവുകൾ അവിടെ നിന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്നതാണോ, തല ഹെഡ് ഇഞ്ചുറി തീർച്ചയായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് വീണത്, ലാൻഡ് ചെയ്തിരിക്കുന്നത് കാലുകുത്തിയാണ് എന്നൊരു സംശയമുണ്ട്. കാലൊടിഞ്ഞിരുന്നു, കാലിൻ്റെ ഭാഗത്ത് പരിക്കുണ്ടായിരുന്നു. അപ്പം തലയ്ക്കോ മറ്റു ഭാഗത്തോ മൈനറായിട്ടുള്ള കാലുകുത്തി വീണിട്ടുണ്ടെങ്കിൽ മൈനറായിട്ടുള്ള, ചാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലുകുത്തി വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയാണ് ഹെഡ് ഇഞ്ചുറിയും ഷോൾഡറിലും മറ്റു ഭാഗത്തുള്ള ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും കാല് ഇടിച്ച് തന്നെയാണ് വീണെന്ന് തോന്നുന്നു. കാരണം കാല് ഒടിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും അത് വീണ്ടും പോലീസ് പരിശോധിക്കണം. ആ പെൺകുട്ടി സഹോദരി പറയുന്ന ഇതിന് എന്തെങ്കിലും റിലയബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അവിടെ ആരെങ്കിലും ചാടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൊഴിയെടുക്കണ്ടേ. ആരെങ്കിലും ഈ വീണ് കിടക്കുന്ന ആദ്യം കണ്ടത് ആരാണ്, അപ്പം അനക്കമുണ്ടായിരുന്നോ, എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോലീസിനെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ പൊതുജനങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങളാണ്. ഒരു 10-21 വയസ്സുള്ള ഒരു കുട്ടിയുടെ ജീവൻ പോയ കാര്യമാണ്. പ്രത്യേകിച്ച് അത് സാറുമാരുടെ ഭീഷണി കൊണ്ടും ഭയപ്പെടുത്തൽ കൊണ്ടും ചാടി പറയുമ്പം അതിലേക്ക് ചാടിയ കുട്ടി എങ്ങനെ വീണു എന്ന് വീട്ടുകാരറിയണം. തള്ളിയിട്ട് കൊന്നതാണോ, അവനെ മർദ്ദിച്ചവിടെ കൊണ്ടിട്ടതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അതൊക്കെ കൂലങ്കഷമായിട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.